ഞാനിപ്പോൾ മലേഷ്യയിലെ കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. രാവിലെ 7:30 സമയമാണ്. കൊച്ചിയിൽ നിന്ന് രാത്രി 12:30 പുറപ്പെട്ട വിമാനം 7 മണിയായപ്പോഴേക്കും ഇവിടെ ലാൻഡ് ചെയ്തു. മലേഷ്യൻ എയർലൈൻസിലായിരുന്നു യാത്ര. കൃത്യസമയത്ത് തന്നെ വിമാനമെത്തി. ഇനി എനിക്ക് 9:30 ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ്. ഇനി ഒരു 2 മണിക്കൂർ കൂടിയുണ്ട്. ഞാൻ എന്റെ വിമാനം പുറപ്പെടുന്ന ഗേറ്റിലേക്ക് പോകുന്നതിന് മുൻപ് ലോഞ്ചിൽ പോയി കുറച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷായി ബോർഡിംഗ് ടൈം ആകുമ്പോഴേക്കും ഗേറ്റിലെത്താമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണ ഇന്റർനാഷണൽ എയർപോർട്ടിലെ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും. ഞാൻ ആദ്യമായി സഞ്ചരിച്ച ഏറ്റവും ആധുനികമായ വിമാനത്താവളങ്ങളിലൊന്ന് ഈ കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടായിരുന്നു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അവിടെ പ്രധാനമായും വിൽക്കുന്നത് മദ്യവും സിഗരറ്റുമൊക്കെയാണ്. ചോക്ലേറ്റും സ്വീറ്റ്സും കുട്ടികൾക്കുള്ള ഉപകരണങ്ങളുമൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. എല്ലാ എയർപോർട്ടിലും സമാനമായ കാഴ്ചകളാണ് ഇതൊക്കെ. എനിക്ക് ലോഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഗോൾഡൻ ലോഞ്ച് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക് പോകണം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയ കിയോസ്കുകൾ കാണാം. ചില ഫെസിലിറ്റികൾ. ഇത് മസാജ് സെന്ററുകളാണ്. മനുഷ്യരല്ല, ഈ കസാരയിൽ നമ്മൾ ഇരുന്നു കൊടുത്താൽ മതി. നമ്മുടെ കാല്, നമ്മുടെ പിൻഭാഗം, പിടലി ഒക്കെ മസാജ് ചെയ്തു തരുന്ന യന്ത്രമാണിത്. ഇതിനകത്ത് പൈസ ഇടണം നമ്മൾ. 4 മസാജ് ബൂത്തുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ചില ബൂത്തുകൾക്കുള്ളിൽ ഗസ്റ്റുകളുണ്ട്. അവർ അങ്ങനെ രസിച്ച് സുഖിച്ച് മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല എയർപോർട്ടിലും മസാജ് ചെയറുകൾ ഉണ്ടെങ്കിലും ഇത്തരം ബൂത്തുകൾ അപൂർവമാണ്. ഞാൻ വീണ്ടും നടന്നു. മുകളിലത്തെ നിലയിലാണ് ലോഞ്ച് എന്ന് മനസ്സിലായി. ഗോൾഡൻ ലോഞ്ചിലേക്ക് ഞാൻ കയറുകയാണ്. ഇവിടെ പല ടെർമിനലുകളിലായിട്ട് പല ലോഞ്ചുകളുണ്ട്. ഗോൾഡൻ ലോഞ്ച് തന്നെ 2-3 സ്ഥലത്തുണ്ട്. കയറി ചെന്നു. ബോർഡിംഗ് പാസ് കാണിച്ചാൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. ബോർഡിംഗ് പാസിൽ തന്നെ ഗോൾഡൻ ലോഞ്ചിൽ നിങ്ങൾക്ക് പ്രവേശനമുണ്ടെന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോഞ്ചുകളിലുള്ള ഗുണം നല്ല ക്വാളിറ്റിയുള്ള ടോയ്ലറ്റ് ഉണ്ട് എന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇത്തരം ലോഞ്ചുകളൊക്കെ അടുത്ത കാലത്തായിട്ട് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാവാം വിഭവങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. പഴയ ആഡംബരത്വമൊന്നും ഇന്നത്തെ ലോഞ്ചുകളിൽ കാണാനില്ല. പണ്ടൊക്കെ മദ്യവും യഥേഷ്ടം ലഭിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. വൃത്തിയായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാം. മദ്യം ചില സ്ഥലങ്ങളിലെ ലോഞ്ചുകളിൽ ലഭ്യമാണ്. പക്ഷെ അതിനിപ്പോൾ പ്രത്യേകം കാശ് കൊടുക്കണം. നാപ്പ് ഏരിയ എന്ന സ്ഥലമുണ്ട്. നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമാണ്. ഏതായാലും ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞാൻ തിരിച്ചിറങ്ങി. ഗേറ്റിലേക്ക് പോകണം. C2 ഗേറ്റിലാണ് വിമാനം വരുന്നതെന്ന് എനിക്കറിയാം. C2 ഗേറ്റ് എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ടെർമിനലിലല്ല, മറ്റൊരു ടെർമിനലിലാണ്. അവിടേക്ക് ബസ്സുകളുണ്ടത്രേ. അപ്പോൾ ആ വഴി നോക്കി. C1 മുതൽ C37 വരെയുള്ള ഗേറ്റുകളിലേക്ക് ഈ വഴിക്കാണ് പോകേണ്ടതെന്ന് എഴുതി വച്ചിരിക്കുന്നു. ബസ്സിൽ വേണം പോകാനെന്നും ബോർഡിലുണ്ട്. എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് നടക്കുകയാണ്. ധാരാളം ആളുകൾ C ഗേറ്റിലേക്ക് പോകുന്നുണ്ട്. ഞാനും ആ കൂടെ അവിടേക്ക് നടന്നു. സാധാരണ ഇത്തരം ടെർമിനലുകളെ കണക്ട് ചെയ്തുകൊണ്ട് ട്രെയിനുകളാണ് ഉണ്ടാവുക. എയർ ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിനുകൾ. ദുബായിലൊക്കെ അതാണ് പ്രവർത്തിക്കുന്നത്. പല ടെർമിനലുകളുള്ള എയർപോർട്ടുകളിലൊക്കെ മിക്കവാറും ട്രെയിൻ സിസ്റ്റമുണ്ട്. പല രാജ്യങ്ങളിലും പല നഗരങ്ങളിലും അതുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ബസ്സാണ്. ഞങ്ങൾ കുറേ ആളുകളുണ്ട്. താഴെ പോയി കാത്തുനിൽപ്പായി. അവിടെ ബസ്സുകൾ ഒന്നിനു പുറകെ മറ്റൊന്ന് വന്നു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. വളരെ സൗകര്യപ്രദമാണ്. കുറച്ചു സമയം കാത്തു നിൽക്കണം. ട്രെയിൻ ആണെങ്കിലും നമ്മൾ കുറച്ചു സമയം കാത്തു നിൽക്കണം. ഓരോ ബസ്സും നിറയുന്നതനുസരിച്ച് അടുത്ത ബസ്സിലേക്ക് ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കും. ടാക്സി വേയിലൂടെ കുറേ ദൂരം ബസ് ഓടണം. അതിനുശേഷം ഭൂഗർഭത്തിലൂടെ കുറച്ചു ദൂരം ഓടേണ്ടതുണ്ട്. നമ്മുടെ ബസ് പോകുന്ന ഈ പാത റൺവേയ്ക്ക് അടിയിലൂടെയാണ് പല ഭാഗത്തും കടന്നു പോകുന്നത്. കാരണം C ടെർമിനൽ ഇതിന്റെ മറുഭാഗത്താണ്. നമ്മൾ റൺവേ ക്രോസ് ചെയ്ത് കടന്നു പോവുകയാണ്. മുകളിലൂടെയാണ് ഇപ്പോൾ റൺവേ പോകുന്നത്. വിമാനങ്ങൾ പലതും അതിലെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്.
ഞാൻ ഇതുവരെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. നമ്മളിപ്പോൾ പോകുന്നത് ഈ കൊലാലംപൂരിൽ നിന്ന് ബാലിയിലേക്കാണ്. ബാലി കാണാനുള്ള യാത്രയല്ല. ബാലിയിൽ ഞാൻ പലതവണ പോയതാണ്. ബാലിയിൽ നിന്ന് നാളെ രാവിലെ ഈസ്റ്റ് ടിമോർ എന്ന രാജ്യത്തേക്ക് പോകും. ഓസ്ട്രേലിയയ്ക്ക് വടക്കുഭാഗത്തായിട്ട് ഇന്തോനേഷ്യയുടെ തെക്ക് കിഴക്കേ അതിർത്തിയിലുള്ള ഒരു കാലത്ത് ഇന്തോനേഷ്യയുടെ ഭാഗം തന്നെയായിരുന്ന ഒരു പുതിയ രാജ്യമാണ് ഈസ്റ്റ് ടിമോർ. ഈസ്റ്റ് ടിമോറിന്റെ തലസ്ഥാനമായ ദില്ലി പട്ടണത്തിലാണ് നാളെ എത്തിച്ചേരേണ്ടത്. സി ടെർമിനലിൽ ബസ് എത്തി. ഞങ്ങൾ പുറത്തിറങ്ങി. ഇതും മുൻപ് കണ്ട ടെർമിനലുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് ഒരേ ക്വാളിറ്റി, ഒരേ സ്വഭാവം, ഒരേ കളർ സ്കീം. ഒരു തുടർച്ച വളരെ പ്രകടമായി കാണാം. പല ഗേറ്റുകളിലേക്കുള്ള പാത സംഗമിക്കുന്ന ഒരിടത്തെത്തി. അവിടെ ഒരു ട്രോപ്പിക്കൽ വനമൊക്കെ റെഡിയാക്കിയിരിക്കുന്നു. കുറച്ചുകൂടി സൗന്ദര്യപരമായി ഒരുക്കിയ ഒരു ടെർമിനൽ ഇതാണ് എന്ന് തോന്നുന്നു. ഇൻഫർമേഷൻ ബോർഡിൽ ഒരു വിവരമുണ്ട്. മലേഷ്യൻ എയർലൈൻസിന്റെ ബാലിയിലേക്ക് പോകുന്ന വിമാനം ഇന്ന് ലേറ്റ് ആണത്രേ. 9:30 പുറപ്പെടേണ്ട വിമാനം ഇന്ന് 11:30 പുറപ്പെടുകയുള്ളൂ. ഏകദേശം 1.5 മണിക്കൂർ ഡിലേ ആണ്. അപ്പോൾ വെറുതെ അവിടെ ഇരിക്കേണ്ട. ഇവിടെയും ഗോൾഡൻ ലോഞ്ചുണ്ട്. ഞാൻ ആ ഗോൾഡൻ ലോഞ്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 1.5 മണിക്കൂർ ഡിലേ എന്ന് പറയുന്നത് എന്റെ ഇന്നത്തെ കണക്കുകൂട്ടലുകൾ പലതും തെറ്റിക്കും. കാരണം 9:30 പുറപ്പെട്ടാൽ ഒരു 12:30 ആകുമ്പോഴേക്കും ബാലിയിലെത്താം. എന്റെ ലക്ഷ്യസ്ഥാനമായ ടിമോറിലേക്ക് പിന്നീടുള്ള വിമാനം പിറ്റേന്നാണ്. അതുവരെ ബാലിയിലെയും പരിസരത്തെയും കാഴ്ചകളൊക്കെ ചിത്രീകരിക്കാമെന്നായിരുന്നു എന്റെ പദ്ധതി. അപ്പോൾ ബാലിയിൽ സ്പെൻഡ് ചെയ്യാവുന്ന സമയം കുറച്ചു കുറയും. ഞാൻ ലോഞ്ചിലേക്ക് ചെന്നു. ഈ ലോഞ്ച് നമ്മൾ ആദ്യം കണ്ട ലോഞ്ചിനേക്കാൾ കുറെ കൂടി വിശാലമാണ്. കുറെ കൂടി സൗകര്യങ്ങളുള്ളതാണ്. വെറൈറ്റി ഫുഡിന്റെയും പാനീയങ്ങളുടെയും ഒരു കേന്ദ്രമാണ് ഈ ലോഞ്ച്. ഇതാണ് കുറച്ചുകൂടി ഭേദമെന്ന് എനിക്ക് തോന്നി. പല കൗണ്ടറുകളിലായി പ്രഭാത ഭക്ഷണം നിരത്തിവെച്ചിരിക്കുകയാണ്. ലൈവ് കുക്കിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇതാ വടയുണ്ട്. മലേഷ്യയിൽ തമിഴന്മാർ ധാരാളമുള്ളതുകൊണ്ടും ഇന്ത്യക്കാർ ഇതുവഴി യാത്ര ചെയ്യുന്നതുകൊണ്ടുമൊക്കെ ആയിരിക്കാം. പിന്നെ മുട്ടയുടെ പല വകഭേദങ്ങൾ. പുഴുങ്ങിയ മുട്ട, ഫ്രൈഡ് എഗ്, ബീൻസ്, പയറിന്റെ പല വകഭേദങ്ങൾ, ഫ്രൂട്ട്സ്, സാലഡ് എല്ലാമുണ്ട്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ് കോണും ഒരു യോഗട്ടിന്റെ പാത്രവും എടുത്ത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആഘോഷമാക്കി. ഇത് രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഇത് മതി. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. 11 മണിക്കാണ് വിമാനം പോകേണ്ടത്. 40 മിനിറ്റ് മുൻപ് സാധാരണഗതിയിൽ ഗേറ്റ് തുറക്കും. ഞാനിപ്പോൾ ഗേറ്റ് C2 നടക്കുകയാണ്. ആ ബോർഡ് കാണാം. ഗേറ്റ് C2 നിന്നാണ് ബാലിയിലേക്കുള്ള മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനം പുറപ്പെടുന്നത്. ഇവിടെ കുറെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്ന റൂട്ടാണിത്. അവിടെ എത്തുമ്പോൾ മലേഷ്യൻ എയർലൈൻസിന്റെ ആ വിമാനം അവിടെ കാത്തുകിടക്കുന്നുണ്ട്. ഒരു വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ്. ഈ വൈഡ് ബോഡി എയർക്രാഫ്റ്റ് വരാൻ കാരണമുണ്ട്. ബാലിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ടൂറിസ്റ്റുകൾ ഒഴുകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ഗേറ്റ് തുറന്നു. വിമാനത്തിനുള്ളിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു തുടങ്ങി. ബാലിയിലേക്ക് മലേഷ്യൻ എയർലൈൻസ് ദിവസം 2 വിമാന സർവീസ് നടത്തുന്നുണ്ട്. അത്രയേറെ പാസഞ്ചേഴ്സ് ഉണ്ട്. കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു പ്രൊഫഷണൽ വിമാനത്താവളം തന്നെയാണ്. പക്ഷെ ആവശ്യമില്ലാത്ത ആഡംബരങ്ങളോ ഫ്രില്ലുകളോ ഒന്നുമില്ല. കളർ സ്കീമിലും ഫെസിലിറ്റികളിലുമൊക്കെ അത് പ്രകടമാണ്. മിതത്വമാണ് അതിന്റെ ഒരു മുഖമുദ്ര. ഞങ്ങൾ വിമാനത്തിനുള്ളിലേക്ക് കയറി ചെന്നു. പുറത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ടതുപോലെ തന്നെ വൈഡ് ബോഡി വിമാനമാണ്. അതുകൊണ്ട് തന്നെ 2 പാസേജുകൾ ഉണ്ടാകും. ഞാൻ എന്റെ സീറ്റ് കണ്ടുപിടിച്ചു. ഇതാണ്. രാത്രിയിൽ അധികമൊന്നും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് യാത്രയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് ഫ്ലാറ്റ് ബെഡാണ്. ഫ്ലാറ്റായിട്ട് നിവർത്തിയിടാം. എയർ ഹോസ്റ്റസുമാരുടെ വസ്ത്രം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ മലേഷ്യൻ എയർലൈൻസിലെയും സിംഗപ്പൂർ എയർലൈൻസിലെയും ഒക്കെ. അതൊരു കിഴക്കനേഷ്യൻ സ്വഭാവം നിലനിർത്തുന്നുണ്ട്. എന്നാൽ ഒരു ബാത്തിക് വസ്ത്രത്തിന്റെ സ്വഭാവവുമുണ്ട്. പൂക്കളൊക്കെയായി നല്ലൊരു ഡിസൈനാണ്. എന്റെ തൊട്ടടുത്ത സീറ്റ് ഇപ്പോഴും വേക്കൻ്റായി കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സർദാർജി ആ സീറ്റ് പിടിച്ചത്.
ഈ എയർ ഹോസ്റ്റസുമാരുടെ വസ്ത്രം ഇത്ര ഗംഭീരമാകാൻ ശരീരഘടനയും ഒരു കാരണമാണ്. വളരെ ഒതുങ്ങിയ ശരീരഘടനയാണ് അവർക്ക്. മെനു കാർഡ് കൊണ്ടുവന്നു തന്നു. എന്തൊക്കെയാണ് പ്രഭാത ഭക്ഷണത്തിനുള്ളതെന്നാണ് അതിലുള്ളത്. ഇനി വിളമ്പാൻ പോകുന്നത് പ്രഭാത ഭക്ഷണമാണോ ലഞ്ചാണോ എന്നൊരു സംശയം വരും. സർദാർജി ഒന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജ്യൂസ് ഒക്കെ എത്തും. ജ്യൂസ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഷാമ്പെയിനോ വൈനോ ബിയറോ ഒക്കെ ആവശ്യപ്പെടാം. പക്ഷേ മെനു കാർഡിൽ മദ്യത്തെക്കുറിച്ചൊന്നും മലേഷ്യൻ എയർലൈൻസിൽ പ്രതിപാദിക്കുന്നില്ല. എന്റെ യാത്രാ പദ്ധതി ഇങ്ങനെയാണ്: കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് മലേഷ്യയിലെ കൊലാലംപൂരിലെത്തുക, അവിടെ നിന്ന് ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപിലെത്തുക, ബാലി ദ്വീപിലെ ഡെൻപാസർ എയർപോർട്ടിൽ ഇറങ്ങുക, ഇന്ന് അവിടെ താമസിക്കുക, നാളെ രാവിലെ തന്നെ അവിടെ നിന്ന് ഈസ്റ്റ് ടിമോർ അല്ലെങ്കിൽ ടിമോർ ലെസ്റ്റെ എന്നറിയപ്പെടുന്ന ടിമോർ എന്ന രാജ്യത്തേക്ക് പോവുക. ആ രാജ്യത്ത് 2-3 ദിവസം സ്പെൻഡ് ചെയ്യുക, അവിടുത്തെ ജീവിതം കാണുക, ചിത്രീകരിക്കുക. അതിനുശേഷം തിരിച്ചു ബാലി വഴി മലേഷ്യ വഴി നാട്ടിലേക്ക് മടങ്ങുക. ഇതാണ് എന്റെ യാത്രാ പരിപാടി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വിമാനം ഇപ്പോൾ തെക്കോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയ്ക്ക് മുകളിലൂടെ ബാലി ലക്ഷ്യമാക്കി പറക്കുന്ന വിമാനത്തിനുള്ളിൽ ഞാൻ നന്നായിട്ട് കിടന്നൊന്നുറങ്ങി. എന്റെ സഹയാത്രികരിൽ പലരും ഉറക്കത്തിലാണ്. വിമാനം ലാൻഡ് ചെയ്യാറായി എന്ന അറിയിപ്പ് വന്നപ്പോഴും പലരും ഉണർന്നിട്ടില്ല. വിമാനം ഒടുവിൽ ഡെൻപാസർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്തു. വിൻഡോ സീറ്റ് അല്ല എന്നതുകൊണ്ട് എനിക്ക് പുറത്തെ കാഴ്ചകളൊന്നും ഭംഗിയായി ചിത്രീകരിക്കാൻ പറ്റിയില്ല. വിമാനം ഏതാണ്ട് നിശ്ചലമായ ഉടനെ തന്നെ ആളുകൾ എഴുന്നേറ്റു. 2.5 മണിക്കൂർ നീണ്ട യാത്ര മാത്രമായിരുന്നു ഇത്. ഇവരുടെ ഈ ബിസിനസ് ക്ലാസ്സിൽ മിക്കവാറും സീറ്റുകളെല്ലാം ഫുള്ളാണ്. വളരെ പ്രീമിയം ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന ഒരു സ്ഥലമാണ് ബാലി. ബാലിയിലെ പ്രധാന എയർപോർട്ട് എന്ന് പറയുന്നത് ഡെൻപാസർ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്തോനേഷ്യയുടെ തെക്കൻ പ്രൊവിൻസായ ബാലിയുടെ പ്രധാന പട്ടണമാണ് ഡെൻപാസർ. ഡെൻപാസറിലാണ് ബാലി പ്രൊവിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട്. ഈ എയർപോർട്ടിലേക്കാണ് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ എത്തുന്നത്. ഒരു വർഷം ശരാശരി 3 കോടിയോളം ടൂറിസ്റ്റുകൾ ഈ എയർപോർട്ടിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ലോകത്തിലെ മിക്കവാറും എല്ലാ ഡെസ്റ്റിനേഷനിൽ നിന്നും പ്രധാന എയർലൈനുകളെല്ലാം ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടുകളിൽ ഒന്ന്. ടൂറിസ്റ്റ് സീസണുകളിൽ ജനനിബിഡമായിരിക്കും ഈ എയർപോർട്ട്. ഞാൻ ബാലിയിൽ പലതവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാലി ഈ യാത്രയിൽ എന്റെ ഒരു ലക്ഷ്യസ്ഥാനമല്ല. ഈ സമയത്ത് വന്നാൽ ഇന്നിനി എനിക്ക് പോകേണ്ട ടിമോറിലേക്ക് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ താമസിക്കുന്നത്. എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ബാലിയുടെ ചിഹ്നങ്ങളാണ് എവിടെയും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ബാലിയിൽ വന്നിറങ്ങുമ്പോൾ ഇന്തോനേഷ്യയിൽ വിസ ഇന്ത്യക്കാർക്ക് ഓൺ അറൈവലായി കിട്ടും. വിസ ഓൺ അറൈവലുകാർ ആദ്യം ചെന്ന് ആ വിസ ഫീസ് അടച്ച് ഒരു റെസീറ്റ് വാങ്ങണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് എമിഗ്രേഷൻ ക്യൂവിൽ പോയി നിൽക്കാം. അവിടെയാണ് വിസ അടിച്ചു കിട്ടുക. അടുത്തതായിട്ട് നമുക്ക് ലഗേജ് ക്ലിയറൻസിലേക്ക് പോകാം. എനിക്ക് പക്ഷേ ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കസ്റ്റംസ് പരിശോധനയാണ്. അതിന് കുറച്ച് സമയം വേണം. അത് കഴിഞ്ഞ് ഡോളർ ഇന്തോനേഷ്യൻ കറൻസിയാക്കി മാറ്റണം. അത് ATMിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡോളർ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ധാരാളം മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കറൻസി ഒരു $100 അങ്ങ് കൊടുത്ത് ഇന്തോനേഷ്യൻ റുപ്പിയ മാറ്റിയെടുത്തു. നമ്മുടെ $1 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200ഓളം ഇന്തോനേഷ്യൻ റുപ്പിയയാണ്. വലിയ സമ്പന്നനായിട്ട് ഞാൻ അവിടെ നിന്നിറങ്ങി ടാക്സി പിടിക്കാൻ ചെന്നു. അവിടെ നിരവധി ടാക്സി ബുക്കിംഗ് സ്റ്റേഷനുകളുണ്ട്. അവിടെ ഒരിടത്ത് നിന്ന് എനിക്ക് താമസിക്കേണ്ട ഇസ്താന രാമ ഹോട്ടലിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു. അവർ തന്നെ കൂടെ വരും. അവരുടെ കാറുകളുണ്ട്. ഡിസ്കോവ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്
എനിക്ക് താമസിക്കേണ്ട കുട്ട ബീച്ചിന് സമീപത്തെ ഇസ്താന രാമ ഹോട്ടലിലേക്ക് പോകാൻ ടാക്സിയുടെ പൈസയൊക്കെ അടച്ചത്. അവരുടെ ഒരു ജീവനക്കാരൻ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ടാക്സി ഡ്രൈവർക്ക് പരിചയപ്പെടുത്തി. തൊഴുതു വണങ്ങിയാണ് സ്വീകരിക്കുന്നത്. വളരെ ഫ്രണ്ട്ലിയാണ്. ഇദ്ദേഹമാണ് എന്റെ ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ പേര് സുഖ എന്നാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ പേരുകളും വാക്കുകളുമൊക്കെ ധാരാളമായിട്ട് ബാലിയിൽ ഉപയോഗിക്കുന്നുണ്ട്. രാമ, സീത, അർജുന ഇങ്ങനെ പല പേരുകളും ഈ നാട്ടുകാർക്കുണ്ട്. നമുക്ക് പേര് കേട്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലാകും. സുഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സുഖം എന്നു തന്നെ. സുഖമുള്ളവൻ, സന്തോഷവാൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥമെന്ന് അദ്ദേഹം പറഞ്ഞു. ചിരിക്കുന്ന മുഖം, വളരെ ഫ്രണ്ട്ലിയായ സ്വഭാവം, ഇതൊക്കെ നമുക്ക് ബാലിയിൽ എവിടെയും പ്രതീക്ഷിക്കാം. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്. പുതിയ കാലത്ത് പണിത ഗംഭീര എയർപോർട്ടുകളിലൊന്നാണിത്. മോഡേൺ സ്ട്രക്ചറാണ്. ചില ഭാഗങ്ങളിലെങ്കിലും ബാലിനീസ് ശൈലിയിലുള്ള നിർമ്മാണവുമുണ്ട്. ഈ നടന്നു പോകുന്നവരിൽ ബഹുഭൂരിപക്ഷവും ബാലിയിലേക്ക് വന്ന ടൂറിസ്റ്റുകളാണ്. അല്ലാതെ അന്യനാട്ടിൽ പോയി തൊഴിൽ ചെയ്ത് തിരിച്ചു വരുന്ന പ്രവാസികളല്ല. ചില ഭാഗങ്ങളിൽ ബാലി ശൈലിയിൽ ഗോപുരങ്ങളൊക്കെ പണിതു വച്ചിരിക്കുന്നത് കാണാം. പ്ലക്കാർഡുമായിട്ട് ഈ കാത്തുനിൽക്കുന്ന ആളുകളെല്ലാം ടൂർ കമ്പനികളുടെ ഉദ്യോഗസ്ഥരാണ്. പല സംഘങ്ങളായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നെത്തുന്ന ടൂറിസ്റ്റുകളെ കാത്തു നിൽക്കുന്നവരാണ് ഇവരൊക്കെ. എത്രയായിരം ടൂറിസ്റ്റുകളാണ് ഓരോ മണിക്കൂറിലും ഇവിടെ വന്നിറങ്ങുന്നതെന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ശരിക്കും യഥാർത്ഥ ടൂറിസം എന്താണ്, ടൂറിസ്റ്റുകൾ എത്രയാണ് വരുന്നത് എന്ന് കാണണമെങ്കിൽ ബാലിയിലൊക്കെ ചെല്ലണം. വളരെ ആഡംബരത്വമുള്ള എയർപോർട്ട് അല്ലെങ്കിലും ഹരിതാഭമായിട്ടും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുമൊക്കെ ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട്. സുഖ പറയുന്നത് ഇദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെ സ്ഥിരം ക്ലയൻസ് ധാരാളമായി വരാറുണ്ടെന്നാണ്. ഈ കിടക്കുന്ന കാറുകളും സുഖയെപ്പോലെയുള്ള ജോലിക്കാരുമെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരാണ്. ഈ ഇന്നോവ കാറുകളുടെ നീണ്ട നിര മുഴുവൻ കാത്തുകിടക്കുന്നത് ടൂറിസ്റ്റുകളെയാണ്. അവർക്ക് വേണ്ടി സർവീസ് നടത്തുന്ന ടാക്സി കമ്പനികളുടെ കാറുകൾ. ഒരു ഇന്നോവ കാർ തന്നെയാണ് എനിക്കും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സുഖ എന്റെ ലഗേജ്, അത് വളരെ ചെറുതാണെങ്കിലും ഡിക്കിയിൽ കൊണ്ടുപോയി വെച്ചു. ഞാൻ ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ വീണ്ടും സ്വാഗതമേകി. മുന്നിൽ കുറച്ച് കറൻസികളൊക്കെ ഇട്ട ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന്റെ സൂചന എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇനി കുട്ട ഏരിയയിലേക്ക് പോവുകയാണ്. ബാലി ദ്വീപിൽ പല സ്ഥലങ്ങളും ടൂറിസ്റ്റ് അട്രാക്ഷനുകളാണ്. അതിൽ നൈറ്റ് ലൈഫിന്റെ ഒരു ഏരിയയാണ് കുട്ട. അവിടെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന കെട്ടിടം മുഴുവൻ പാർക്കിംഗ് സ്പോട്ടുകളാണ്, പാർക്കിംഗ് ഏരിയകളാണ്. വിമാനത്താവളത്തിലേക്ക് വരുന്ന കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടുത്തെ പ്രധാന ഗേറ്റ് കടന്ന് നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നേരെ മുന്നിൽ കാണുന്ന ആ ചെടികൾ വളർന്നു നിൽക്കുന്ന കെട്ടിടവും പാർക്കിംഗ് ഏരിയ തന്നെയാണ്. ധാരാളം പച്ചപ്പുള്ളൊരു സ്ഥലം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഭൂമധ്യരേഖയുടെ തൊട്ടു താഴെയൊക്കെ കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് നല്ല ചൂടാണ്. ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ വിയർക്കും. അത് സിംഗപ്പൂരിലും മലേഷ്യയുടെ പല ഭാഗങ്ങളിലും ഇന്തോനേഷ്യയുടെ ഈ ദ്വീപുകളിലുമൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഇവിടുത്തെ എയർപോർട്ടിന്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഡൊമസ്റ്റിക് ടെർമിനലും ഇന്റർനാഷണൽ ടെർമിനലും രണ്ടായിട്ടാണ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഇവർ കോവിഡ് കാലത്ത് വല്ലാണ്ട് വിഷമിച്ചിരുന്നു. കാരണം ബാലി എന്ന് പറയുന്ന ഇവരുടെ സ്റ്റേറ്റ് തന്നെ, ഈ പ്രൊവിൻസ് തന്നെ ടൂറിസം കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയിരിക്കെ 2 കൊല്ലത്തോളം ഒരു ടൂറിസ്റ്റും വരാതായപ്പോൾ പല ഗ്രാമങ്ങളും പട്ടിണിയിലായി. ആയിരക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലായി. ടൂറിസം അല്ലാതെ മറ്റൊരു തൊഴിലും അറിയാത്ത ആളുകളായിരുന്നു. കുറെ പേരൊക്കെ കൃഷിയിലേക്കും ഓർഗാനിക് ഫാമിംഗിലേക്കുമൊക്കെ തിരിഞ്ഞു. അക്കാലത്തെ ബാലിയുടെ പ്രതിസന്ധി ചിത്രീകരിച്ച നിരവധി ഡോക്യുമെന്ററികളും പുറത്തിറങ്ങിയിരുന്നു. അതൊക്കെ ഞാൻ കണ്ടതോർക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ ചില ഓൾട്ടർനേറ്റീവുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ഈ യാത്രയിൽ എവിടെയും ഇത്തരം പടിപ്പുരകളും നിർമ്മിതികളുമൊക്കെ കാണാം. മഹാഭാരതത്തിലെ മുഹൂർത്തങ്ങൾ ശില്പങ്ങളാക്കി നിർമ്മിച്ചു വച്ചിരിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിലും കൃത്യമായ ബാലിനീസ് ശൈലിയുണ്ട്. സുഖ എന്നോട് പറയുന്നത് കോവിഡ് കാലത്ത് അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചാണ്. ടാക്സി കമ്പനി പൂട്ടിപ്പോയിരുന്നു.
വേറെ പല ജോലികളൊക്കെ ചെയ്താണ് അദ്ദേഹം ജീവിച്ചത്. We just recover from COVID, so we get the tourists more than before. Yeah, good. കോവിഡിന് ശേഷം ടൂറിസം വീണ്ടും പുനരാരംഭിച്ചപ്പോൾ പഴയതിനേക്കാൾ വളരെ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് സുഖ പറയുന്നത്. ഈ പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം വലിയ റിസോർട്ടുകളാണ്. ആയിരക്കണക്കിന് ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും സ്ഥലമാണ് ഇന്ന് ബാലി. അങ്ങനെ നമ്മൾ കുട്ട ബീച്ചിലേക്ക് എത്തുന്നു. ബീച്ചിലേക്കുള്ള പടിപ്പുരയാണിത്. വലതുവശത്ത് കാണുന്നത് പലതും ഹോട്ടലുകളും കോഫി ഷോപ്പുകളും റെസ്റ്റോ ബാറുകളും ഒക്കെയാണ്. ഈ ബൈക്കുകൾ പോലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബൈക്ക് ടാക്സികളായി ഓടാൻ കാത്തിരിക്കുന്നതാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നത് വലിയൊരു ഷോപ്പിംഗ് മാളാണ്. ഈ ഷോപ്പിംഗ് മാൾ പോലും ടൂറിസ്റ്റുകൾക്കുള്ളതാണ്. അല്ലാതെ നാട്ടുകാർ ഇവിടെ വന്ന് ഒന്നും വാങ്ങാറില്ല. നമ്മൾ ഇവിടെ കണ്ടുമുട്ടുന്ന നാട്ടുകാരൊക്കെ അതിസാധാരണക്കാരും പാവങ്ങളുമൊക്കെയായാണ് നമുക്ക് തോന്നുക. ഈ പ്രദേശമെല്ലാം കുട്ട ഏരിയയാണ്. കുട്ടയിലെ പ്രധാന ബീച്ചിന്റെ ഓരത്തുള്ള പാതയും അതിനു സമീപത്തെ റിസോർട്ടുകളുമൊക്കെയാണ്. അങ്ങനെ ഗ്രാൻഡ് ഇസ്താന രാമ ഹോട്ടലിന്റെ പടിപ്പുര കടന്നു. ഈ ഹോട്ടലിലാണ് ഇന്ന് രാത്രി ഞാൻ താമസിക്കുന്നത്. വിസ്തൃതമായൊരു ക്യാമ്പസിലുള്ള ഒരു റിസോർട്ടാണ്. ഗ്രാൻഡ് ഇസ്താന രാമ ഹോട്ടലിന് മുന്നിൽ കാർ എത്തി നിന്നു.